ഹലോ buddies, welcome back and this is me അപ്പോൾ guys ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഓപ്പോ റെനോ 12 5G എന്ന ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പോൾ വെച്ച് ലേറ്റ് ആകണ്ട, നമുക്ക് നേരെ വീഡിയോ ഇടാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഫോണിൻ്റെ സ്പെക്ക് നോക്കിയാൽ നമ്മൾ ഫസ്റ്റ് എപ്പോഴും ഡിസ്പ്ലേ ആണ് തുടങ്ങുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്പ്ലേ ഞങ്ങൾ തുടങ്ങിയേക്കാം. ഡിസ്പ്ലേ സൈസ് നോക്കുമ്പോൾ 6.7 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു OLED പാനലാണ് വരുന്നത്. ഒരു 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും അതേപോലെ തന്നെ ഒരു 1600 നിറ്റ്സിൻ്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് കൂടി ഇത് കിട്ടുന്നുണ്ട്. പഞ്ചോർ ഡിസൈൻ വരുന്നുണ്ട്, ആ ടോപ്പ് സെൻട്രലായിട്ടാണ്. പിന്നെ അടുത്തതായിട്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ IP65 റേറ്റിംഗും കാര്യങ്ങളൊക്കെ സപ്പോർട്ടാണ്. പ്രൊസസ്സർ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ പ്രൊസസ്സർ നോക്കുമ്പോൾ MediaTek Dimensity 8250 എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ 8200 എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറിന്റെ ഒരു അപ്ഗ്രേഡബിൾ വെർഷനാണ്. പിന്നെ ഈ ഒരു ഫോണിൽ 5G സപ്പോർട്ടാണ്. ആൻഡ് നെക്സ്റ്റ് ഇനി ക്യാമറ സെറ്റ് നോക്കിയാൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് അവിടെ വരുന്നത്. പ്രൈമറി ലെൻസ് നോക്കുമ്പോൾ 50 മെഗാ പിക്സലിന്റെ സോണിയുടെ IMX890 എന്ന് പറയുന്ന ഒരു സോണിയുടെ ഒരു സെൻസറാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. OS സപ്പോർട്ടാണ്. പിന്നെ സെക്കൻഡ് ലെൻസ് നോക്കുമ്പോൾ 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ലെൻസും കൂടി വരുന്നുണ്ട്. തേർഡ് വരുന്ന ലെൻസ് നോക്കുമ്പോൾ ഒരു 50 മെഗാ പിക്സലിന്റെ 2x ടെലിഫോട്ടോ എന്ന് പറയുന്ന ലെൻസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇനി ഫ്രണ്ട് ക്യാമറ നോക്കുമ്പോൾ അവിടെ ഒരു 50 മെഗാ പിക്സലിന്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാമറ സ്പെക്കും കാര്യങ്ങളൊക്കെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ക്യാമറ സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആൻഡ് ബാറ്ററി സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഒരു 80 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. പിന്നെ ടൈപ്പ് സി പോർട്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ ബാറ്ററി സൈഡൊക്കെ ഓക്കെ ആയിരുന്നു. നമുക്ക് ഈ ഫോൺ എത്ര വേരിയൻറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് നോക്കി നോക്കാം. ഈ ഫോൺ 12GB 60GB റാം വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 256GB ഓർ 512GB ഇന്റേണൽ വേരിയൻറ്റിലും ഈ ഫോൺ അവൈലബിൾ ആണ്. UFS 3.1 ആണ് വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിന്റെ ലോഞ്ചിങ് ഡേറ്റ് പറയുന്നത് May 23 ആണ്. അപ്പോൾ ഈ ഫോൺ എന്തായാലും ഇറങ്ങുമ്പോൾ ചൈന മാർക്കറ്റിലേക്ക് ആയിരിക്കും ആദ്യം ഇറങ്ങാൻ പോകുന്നത്. എന്തായാലും ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരും. കാരണം അവിടെ റെനോ സീരീസ് ഒക്കെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഓൾറെഡി അവൈലബിൾ ആണ്. അതുകൊണ്ട് അവരുടെ ഈ ഒരു സീരീസും ഇന്ത്യൻ മാർക്കറ്റിൽ വരും. അപ്പോൾ വരുവാണെങ്കിൽ 35,000 റുപ്പീസിനായിരിക്കും ഈ ഫോൺ വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. ഏതെങ്കിലും ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി. ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ്, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇതേപോലെ തന്നെ എല്ലാ ടെക് അപ്ഡേറ്റിനും മൂവി റിവ്യൂസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ്. മൂവി റിവ്യൂസ് കണ്ടിട്ടില്ല, അതൊക്കെ ലാസ്റ്റ് സ്ക്രീനിലായിട്ട് കൊടുത്തേക്കും. വേറെ ഒന്നും പറയില്ല. ദിസ് ഇസ് മീ, സൈനിങ് ഔട്ട്.